Dodi, Gold and Diamonds, Mavur, Puvattuparambur. അസോസിയേഷൻ ഫോർ വെൽഫെയർ ഓഫ് ദി ഹാൻഡികാപ്ഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുറ്റിക്കാട്ടൂർ AWH എഞ്ചിനീയറിംഗ് കോളേജ് സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തുമെന്ന് സ്ഥാപന മേധാവികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2001 നവംബർ 1 സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത്. AWH എഞ്ചിനീയറിംഗ് കോളേജ് അക്കാദമിക് മികവും സാമൂഹിക പ്രതിബദ്ധതയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനം നീണ്ട 25 വർഷത്തെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സേവനം പൂർത്തിയാക്കിയതിന്റെ വിപുലമായ ആഘോഷങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി സിൽവർ ജൂബിലി സമ്മേളനം, ആർട്സ് ഫെസ്റ്റ്, ടെക്നിക്കൽ ഫെസ്റ്റ്, അലുമിനി സംഗമം, അക്കാദമിക് സെമിനാറുകൾ, ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെഷനുകൾ, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ, വ്യവസായ രംഗത്തെ പ്രമുഖർ, അലുമിനി അംഗങ്ങൾ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ പങ്കെടുക്കും. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എപ്പോഴും പറയാറുള്ളത്. പിന്നെ നമുക്ക് സിൽവർ ഭരണത്തിന് കീഴിലായതുകൊണ്ട് തന്നെ വളരെയധികം അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു അഡ്മിഷനിലേക്കൊന്നും പോകാൻ ഒരിക്കലും പറ്റാറില്ല, പല കോളേജുകളും ചെയ്യുന്നത് പോലെ. നമ്മുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അലുമിനി തന്നെയാണ്. നമ്മൾ പഠിച്ചിറങ്ങിയ കുട്ടികളും അവരുടെ പാരൻസും തന്നെയാണ്, അവരുടെ ഫീഡ്ബാക്ക് കൊണ്ട് തന്നെയാണ് നമ്മുടെ അഡ്മിഷൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു മീഡിയ ഫേസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ എത്രയോ കാലത്തിന് ശേഷമാണ്. ഒരു പ്രസ് മീറ്റിലേക്കൊന്നും നമ്മളിതുവരെ പോകേണ്ടി വന്നിട്ടില്ല. ഈ ഒരു വർഷത്തെ നമ്മുടെ പ്രോഗ്രാം ഒന്ന് ഹൈലൈറ്റ് ചെയ്താണെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുറേ ടെക്നിക്കലായിട്ടുള്ള കുറേ ഇവൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാംസ് ആയിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ PTA നമ്മുടെ അലുമിനിയും തന്നെയാണ്. അപ്പോൾ അവർ പല കാര്യങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്ത് പലതിനും ചെയ്യാറുണ്ട് നമ്മൾ. അതേപോലെ തന്നെ ഇപ്പോൾ 5, 6, 7 നമ്മളിപ്പോൾ ആർട്സ് എല്ലാ വർഷവും നമ്മൾ ആർട്സ് ഫെസ്റ്റിവൽ, ടെക്നിക്കൽ ഫെസ്റ്റിവൽ, സ്പോർട്സ് തുടങ്ങിയ ഇവൻറ്റ്സ് ഒക്കെ നടത്താറുണ്ട്. ഇപ്പോൾ 5, 6, 7 ദിവസങ്ങളായിട്ട് ആർട്സ് ഫെസ്റ്റിവലും അത് കഴിഞ്ഞ് 7th ടെക്നിക്കൽ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അതിൻ്റെ പ്രീ ഇവൻറ്റ്സ് ആയിട്ട് ഇന്ന് തൊട്ട് ഈ ആഴ്ച തൊട്ട് തന്നെ കുട്ടികൾ കുറേ വർക്ക്ഷോപ്പും സെമിനാർസും അവരുടെ പ്രൊജക്റ്റ് എക്സ്പോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് മീഡിയയുടെ ഒരു അറ്റൻഷൻ നമുക്ക് കുറച്ചും കൂടെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ പിയർ പറഞ്ഞവർ നമുക്കുണ്ട്. കാരണം കോളേജ് ഉയരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു സപ്പോർട്ട്, നമുക്ക് അല്ലാതൊരു തരത്തിലുള്ള മാനേജ്മെൻറ്റ് സപ്പോർട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിക്കുന്നു. 25 വർഷം പൂർത്തിയാക്കി സിൽവർ ജൂബിലിയുടെ നിറവിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ 25 വർഷവും എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ സമൂഹത്തിന് വളരെ കൃത്യമായ സേവനം നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ച് കൊണ്ടിരിക്കുന്നത്. ഈ 25ാം വാർഷികം സിൽവർ ജൂബിലി വളരെ വിപുലമായ രീതിയിൽ നടത്താൻ മാനേജ്മെൻറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. 2010 മാനേജ്മെൻറ്റ് ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിസീവർ ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം റിസീവറുടെ ഭരണത്തിലാണ് AWHന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. എന്നാലും സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സ്വാഭാവികമായിട്ടും സെൽഫ് ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് വിഭിന്നമായി സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ കൂടുതൽ ലാഭേച്ഛയോടുകൂടിയല്ലാതെ വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് പഠന മികവ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ AWH എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ രംഗത്ത് എല്ലാ സമയത്തും നല്ല ക്വാളിറ്റിയുള്ള അക്കാഡമിക് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെയാണ് അഡ്മിഷന് വേണ്ടി മാനേജ്മെൻറ്റ് കോട്ടയിൽ പ്രത്യേകം പരിഗണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ സ്കോളർഷിപ്പ് AWH എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ നീട്ടി സംസാരിക്കുന്നില്ല. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് നിരവധി വിപുലമായ വൈവിധ്യമാർന്ന പരിപാടികൾ, അലൂമിനി സംഘമുണ്ടാവും, അതേപോലെ ഇൻഡസ്ട്രി ഫീൽഡിലുള്ള വിദഗ്ധന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം, അതേപോലെ നമ്മുടെ കരിക്കുലത്തിൽ KTയുടെ കരിക്കുലത്തിൽ പോലുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ്, അത്തരം പ്രോഗ്രാമുകൾ, അതേപോലെ വിദ്യാർത്ഥികൾ അവർക്ക് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ടെക്നിക്കൽ മേഖലയിലുള്ള ഇന്ററാക്ഷൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ, ഇതെല്ലാം അത്തരം രീതിയിൽ വിപുലമായ പരിപാടിയാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നടത്തുന്നതിൽ AWH എപ്പോഴും പ്രതിബദ്ധത കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിസബിലിറ്റി സെക്ടറിലാണ് നമ്മൾ മിക്കവാറും സ്ഥാപനങ്ങളിലൊക്കെ. അതിൽ നിന്ന് വേറിട്ട സ്ഥാപനം എന്ന് പറയുന്നത് ഒന്ന് AWH എഞ്ചിനീയറിംഗ് കോളേജാണ്. മറ്റൊന്ന് നമ്മുടെ സിസ്റ്റർ സ്ഥാപനം എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്ന റഹ്മാനിയ ഹയർ സെക്കൻഡറി സ്കൂളാണ്.
അവർ സ്റ്റേറ്റിലൊക്കെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടുന്ന സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ AWH എഞ്ചിനീയറിംഗ് കോളേജും നമ്മളെ സംബന്ധിച്ച് റിസൾട്ട് പ്ലേസ്മെൻറ്റ് ഈ കാര്യത്തിലൊക്കെ ഈ മലബാർ ഏരിയയിൽ കോഴിക്കോട് ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ KTU റിസൾട്ട് വന്നപ്പോൾ സെൽഫ് ഫൈനാൻസിങ് സെക്ടറിലാണ് കേട്ടോ. ഗവൺമെൻറ് സെക്ടർ ഗവൺമെൻറ് കോളേജ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. നമ്മളെ പ്രൈവറ്റ് സെക്ടറിൽ ഏറ്റവും ലീഡ് ചെയ്ത റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മിക്സഡ് കോളേജിൻ്റെ കാറ്റഗറിയിൽ. പിന്നെ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ പോലെ തന്നെയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സും ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതുള്ള ടീച്ചേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സും നല്ല ലാബോറട്ടറി സെക്ഷനൊക്കെ ഉള്ളൊരു സ്ഥാപനമാണ്. നമ്മളെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളെ അലൂമിനി തന്നെയാണ്. അപ്പോൾ അവരുടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന അലൂമിനി അവരാണ് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും അതേപോലെ നമ്മളെ ബ്രാൻഡ് അംബാസിഡറായിട്ടും നിൽക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും സാങ്കേതിക കഴിവുകളും ഒരുപോലെ പ്രദർശിപ്പിക്കുന്ന വേദിയായിരിക്കും ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ നടക്കുന്ന ഇൻഡസ്ട്രി ഫെസ്റ്റും ടെക്നിക്കൽ ഫെസ്റ്റും. 25 വർഷമായി കോളേജ് കൈവരിച്ച അക്കാദമിക് നേട്ടങ്ങൾ, ഗവേഷണ മുന്നേറ്റങ്ങൾ, പ്ലേസ്മെന്റ് വിജയങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ എന്നിവ ഈ ആഘോഷങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. മികവിന്റെ അടയാളമായി 2015-2025 വർഷക്കാലത്തേക്ക് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിനും സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനും NBA അക്രഡിറ്റേഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാവിയെ ലക്ഷ്യമിട്ട് പുതുമയാർന്ന അക്കാദമിക് പദ്ധതികളും ഇൻഫ്രാസ്ട്രക്ചർ വികസന പദ്ധതികളും പ്രഖ്യാപിക്കും. വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കല എന്നിവയുടെ സമന്വയമായി സിൽവർ ജൂബിലി ആഘോഷം മാറും. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ MV സെബീന, ഡയറക്ടർ ഡോക്ടർ VK ഷാഹിർ, വൈസ് പ്രിൻസിപ്പൽ ഫാത്തിമ സപ്ന, PRO OK ഇസ്മായിൽ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.